വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കോഴിമുട്ടയാണോ താറാമുട്ടയാണോ അല്ലെങ്കിൽ കാടമുട്ടയാണോ നല്ലത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. നമ്മുടെയൊക്കെ ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. താറാമുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് കുറേ പേര് പറയും, കുറേ പേര് പറയും കോഴിമുട്ടയാണ് നല്ലത്. എന്താണ് ഇതിന് ശാസ്ത്രീയമായിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? അല്ലെങ്കിൽ ഒരു പരിധി വരെ പൈൽസുകാരിലൊക്കെ വരുമ്പോഴാണ് കുറേ പേര് പറയും പൈൽസിന് താറാമുട്ട വളരെ നല്ലതാണ്. അതേസമയം ചില പൈൽസുകാർ പറയും എനിക്ക് താറാമുട്ട കഴിക്കുന്നത് പൈൽസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനാണുള്ളത് ഏത് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച്. ഇതിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ കാലറിയും അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവൊക്കെ കൂടുതൽ കോഴിമുട്ടയിൽ ഒരു 8 ഗ്രാമൊക്കെ ആണെങ്കിൽ താറാമുട്ടയിൽ ഒരു 13 ഗ്രാമോളൊക്കെ പ്രോട്ടീൻ കൂടുതലുണ്ട്. പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ എപ്പോഴും താറാമുട്ടയിലാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് അതുകൊണ്ട് താറാമുട്ട നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ചും ഇതിൻ്റെ ഈ നമ്മളിലുള്ള കോഴിമുട്ട അല്ലെങ്കിൽ ഈ മുട്ട കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പൈൽസ് രോഗിയാണെങ്കിൽ പൈൽസ് എന്ന് പറയുന്നതിന് 2 തരത്തിലാണ് പൈൽസ് ഉണ്ടാവുക. ഒന്ന് ഇൻഡൈജഷൻ മൂലം, അതായത് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ല. ഈ ശോധനയല്ല നമ്മൾ പറയുന്നത്, വയറ്റിൽ നിന്ന് പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല, കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. 2 തരത്തിലാണ് പൈൽസ് ഉണ്ടാവുക. ഒന്ന് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതിരുന്നാലും, മറ്റൊന്ന് അസിഡിറ്റി മൂലവും. ഈ അസിഡിറ്റി മൂലമുള്ള വ്യക്തികളുടെ ശരീരം എന്ന് പറയുന്നത് പൊതുവെ ചൂടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും അവർക്ക്. അപ്പോൾ അത്തരക്കാർക്ക് വരുന്ന പൈൽസിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് താറാമുട്ടയാണ്. അതേസമയം ഇൻഡൈജഷൻ മൂലമുണ്ടാകുന്ന പൈൽസ്, അതായത് കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരുന്ന പൈൽസിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കോഴിമുട്ടയാണ്. നമുക്കിതിന്റെ കാരണം ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞു തരാം. ഇത് തന്നെയാണ് എല്ലാ ശരീരത്തിലെ നമ്മുടെ ബാക്കി ഇപ്പൊ പൈൽസ് ഇല്ലാത്തവർക്ക് പോലും അപ്ലൈ ആവുന്ന ഒരു രീതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പൈൽസ് എന്ന് പറഞ്ഞത്? പൈൽസുകാർക്ക് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, പൈൽസ് അസിഡിറ്റി ഉള്ളവർക്ക് പലപ്പോഴും കോഴിമുട്ട കഴിച്ചാൽ അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് കുറെ പേർക്കെങ്കിലും കോഴിമുട്ട കഴിക്കുമ്പോൾ പൈൽസിൽ നിന്നും ബ്ലീഡ് ചെയ്യുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോഴിമുട്ട ഇറ്റ് സെൽഫ് അത് ചൂടാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് ജനറേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു പൈൽസ് അസിഡിറ്റി ഉള്ളവർക്ക് വരുന്നൊരു പൈൽസ് ഉണ്ട്, അവർ ഓൾറെഡി ശരീരം ചൂടാണ്. അവർക്ക് ഈ വീണ്ടും ചൂട് ദഹിച്ചു കഴിഞ്ഞാൽ ചൂട്, അല്ലാണ്ട് കോഴിമുട്ട തൊട്ട് നോക്കുമ്പോഴത്തെ ചൂടല്ല നമ്മൾ പറയുന്നത്. ദഹിച്ചു കഴിയുമ്പോൾ ചൂട് ജനറേറ്റ് ചെയ്യുന്ന ഈ കോഴിമുട്ടയും കൂടി കഴിക്കുമ്പോൾ അത് ബ്ലീഡിങ്ങിലേക്ക് കാരണമാകുന്നു. അതേസമയം ഇൻഡൈജഷൻ ഉള്ളവർക്ക്, ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഏതാണ് ദഹിക്കാൻ ബുദ്ധിമുട്ട്? താറാമുട്ടയാണോ കോഴിമുട്ടയാണോ? യാതൊരു സംശയമില്ല, ഏറ്റവും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് താറാമുട്ടയാണ്. ബിക്കോസ് അതിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ് ഒക്കെ ദഹിപ്പിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഒക്കെയാണ് അതിൽ കൂടുതലുള്ളത്. ഫാറ്റും പ്രോട്ടീനൊക്കെ ദഹിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദഹനശക്തി കുറവുള്ളവർ താറാമുട്ട കഴിച്ചാൽ അത് കോൺസ്റ്റിപ്പേഷനും അത് പൈൽസിന്റെ വർധനവിനും കാരണമായിട്ട് തീരും. അതേസമയം കമ്പാരിറ്റീവ്ലി ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കോഴിമുട്ട കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് പൈൽസിന് അധികം ബാധിക്കുന്നില്ല. മനസ്സിലായില്ല? അതേസമയം അസിഡിറ്റി മൂലം ശരീരം ചൂടുള്ളവർക്ക് ഈ താറാമുട്ട എന്ന് പറയുന്നത് ശീതമാണ്. അതായത് നമുക്കറിയാം താറാവ് ഒരു തണുത്ത വെള്ളത്തിൽ കിടക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മാംസം തണുപ്പാണ്, അതിന്റെ മുട്ട തണുപ്പാണ്. ഇത് നമുക്ക് ഒരിക്കലും ലാബിൽ വെച്ചുകൊണ്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാധനമല്ല താറാമുട്ട ചൂടാണോ തണുപ്പാണോ എന്നുള്ളത്. എനിക്കെപ്പോഴും പലപ്പോഴും ഓർമ്മ വരുന്നത്, ഒരിക്കല് പൈൽസുകാര് താറാമുട്ട നല്ലതാണോ അല്ലെങ്കിൽ കോഴിമുട്ട നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരാൾ യൂട്യൂബിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഏത് മുട്ട കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ അതിനൊരു കമന്റ്സ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്, താങ്കൾക്ക് പൈൽസ് വരുമ്പോൾ അറിയാം മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ചോര വരുമോ ഇല്ലേ എന്നുള്ളതിനൊക്കെ. അതിന്റെ കാരണം ഇതാണ്, കോഴിമുട്ടയുടെ ചൂടും തണുപ്പും നമുക്ക് ഒരു ലാബിൽ വെച്ചുകൊണ്ട് പരിശോധിച്ചറിയാൻ സാധിക്കുന്ന ഒരു സാധനമല്ല. ഇത് ആയുർവേദം പോലെയുള്ള സയൻസ് അതൊരു ഒബ്സർവേഷനിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് ആണ്. താറാമുട്ട കഴിക്കുമ്പോൾ ശരീരത്തിന് തണുപ്പ് കിട്ടുന്നു, കോഴിമുട്ട കഴിക്കുമ്പോൾ ചൂട് കൂടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൈൽസുകാരെ സംബന്ധിച്ച് അസിഡിറ്റി മൂലം, അതായത് ഹൈപ്പർ അസിഡിറ്റി, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമിതമായിട്ട് വിശപ്പ് വരിക, മൈഗ്രെയിൻ വരിക, ഇത്തരക്കാർക്ക് വരുന്ന പൈൽസിൽ താറാമുട്ട വളരെ നല്ലതാണ്. അതേസമയം ഇൻഡൈജഷൻ മൂലം വരുന്ന പൈൽസ് ഉള്ളവർക്ക് കോഴിമുട്ടയും നല്ലതായിട്ട് വരും. ഇത് തന്നെയാണ് സാമാന്യ ജനങ്ങളിലേക്ക്. ഇപ്പൊ നമുക്ക് അറിയാം കുറെ പേർക്കെങ്കിലും ദഹന വ്യവസ്ഥയിൽ തകരാറുള്ളവരുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് പറയാം ചിലർക്ക് ബീഫ് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ചിക്കൻ കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്.
ഈ ബീഫ് എന്ന് പറയുന്നത് ചിക്കനേക്കാൾ വളരെയധികം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മാംസമാണ്. അത്തരക്കാർക്ക് താറാമുട്ട കഴിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ബിക്കോസ് താറാമുട്ടയും കമ്പാരിറ്റീവ്ലി കോഴിമുട്ട വെച്ച് നോക്കുമ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ ഇപ്പോൾ ബീഫ് കഴിക്കുക അല്ലെങ്കിൽ മാംസം കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നവർ ഒരിക്കലും താറാമുട്ട കഴിക്കാതിരിക്കുകയാണെന്നല്ല. അതേസമയം ഹൈപ്പർ അസിഡിറ്റി, ഭയങ്കരമായിട്ടുള്ള അസിഡിറ്റി ഉള്ള ആൾക്കാർ, അതായത് എന്താ പറയുക, കുറച്ച് സമയം ഭക്ഷണം വൈകുമ്പോഴേക്കും തലചുറ്റുന്നവർ, അമിതമായ അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്നവർ, അല്ലെങ്കിൽ ശരീരം ഭയങ്കര ചൂടുള്ളവർ ഒക്കെ, അവർക്കൊക്കെ ഏറ്റവും നന്നാവുക എന്ന് പറയുന്നത് തണുപ്പ് തരുന്ന, ഭക്ഷണത്തിൽ ദഹിച്ചതിന് ശേഷം തണുപ്പ് തരുന്ന താറാമുട്ട കഴിക്കുന്നതാണ്. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കരമായ ഗ്യാസ് വരുന്നത് ദഹനക്കുറവുള്ള വ്യക്തികളാണ്. അവർ താറാമുട്ട കഴിക്കരുത്. അവർക്ക് അതിനേക്കാൾ നല്ലത് കോഴിമുട്ടയാണ്. അതേസമയം ഭക്ഷണം വൈകിയാൽ ഭയങ്കരമായ വിശപ്പ് വരുന്നവർക്ക് നല്ലത് താറാമുട്ടയാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊരുവിധം മനസ്സിലായിട്ടുണ്ടാവും ഏത് മുട്ടയാണ്. അതുപോലെ തന്നെ കാടമുട്ട വെച്ച് നോക്കുമ്പോൾ കോഴിമുട്ടയുടെ പോലെ തന്നെയാണ്, പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പമുണ്ട്, പക്ഷെ ഭയങ്കരമായ ചൂട് ജനറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദഹനവ്യവസ്ഥയിൽ തകരാറുള്ളവർക്ക് കാടമുട്ട കഴിക്കാം. അതുപോലെ തന്നെ ബ്ലീഡിങ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഒരിക്കലും കാടമുട്ടയോ കോഴിമുട്ടയോ കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ സ്ത്രീകളിൽ അമിതമായ മെൻസ്ട്രൽ പെയിൻ ഉള്ളവർ, അവർ അമിതമായിട്ട് ഓൾറെഡി ഇൻഫ്ലമേഷനാണ്, അവിടെ വീണ്ടും നമ്മൾ കോഴിമുട്ടയോ കാടമുട്ടയോ കഴിച്ചവരെ മെൻസ്ട്രൽ പെയിൻ വർദ്ധിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ആ സമയത്ത് മെൻസ്ട്രൽ പെയിൻ വരുന്ന സമയത്ത് താറാമുട്ട കഴിക്കുന്നവരെ ഒരു പരിധി വരെ വേദന കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.